ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഭഗവാൻ ശിവശങ്കരന്റെ ഏറ്റവും രൗദ്രഭാവമായ കാലഭൈരവ സ്വാമിയുടെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ഭഗവാൻ ശിവശങ്കരന്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ച അതിഘോരമായിട്ടുള്ള ഒരു രൂപമാണ് കാലഭൈരവ രൂപം. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ ഇങ്ങനെയാണ്. നമ്മൾ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ ഒരുപോലെയാണ് കാണുന്നത്. അതായത് 3 പേരുടെ ശക്തിയും ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒരിക്കൽ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ തമ്മിൽ ഒരു സംവാദം ഉണ്ടാവുകയാണ്. ആർക്കാണ് ഏറ്റവും അധികം ശക്തി എന്നും ഒരു മനുഷ്യ ജീവനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ആരാണ് എന്നും അങ്ങനെ തർക്കം വളരെ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. തർക്കത്തിന്റെ ഇടയിൽ ബ്രഹ്മദേവൻ പറയുകയാണ്, ബ്രഹ്മദേവനാണ് സൃഷ്ടിയുടെ നാഥൻ, അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിനാണ് ഏറ്റവും അധികം ഒരു ജീവനിൽ പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നുണ്ട്. മഹാവിഷ്ണു ആവട്ടെ, അദ്ദേഹം പറയുന്നുണ്ട് പരിപാലകൻ, അതായത് ജനനം തൊട്ട് മരണം വരെയുള്ള ആ കാലയളവ് വളരെ നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഒരു കൃപാകടാക്ഷം വേണമെന്ന്. അതേപോലെ തന്നെ ഭഗവാൻ ശിവശങ്കരനും പറയുന്നുണ്ട്, എത്ര നന്നായി ജീവിച്ചാലും മരണം നല്ല രീതിയിൽ ആയില്ലെങ്കിൽ അദ്ദേഹം വളരെ വലിയ രീതിയിൽ കഷ്ടതകൾ അനുഭവിക്കുമെന്ന് ഭഗവാൻ ശിവശങ്കരനും പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ തർക്കം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. തർക്കത്തിന്റെ ഇടയിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ വളരെ അഹന്തയോടെ പല കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങി, പല ആശയങ്ങൾ ഉന്നയിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഭഗവാൻ മഹാവിഷ്ണുവിനെ അദ്ദേഹത്തിന്റെ ആശ്രിതനാവാൻ, ദാസനാവാൻ വരെ പറയാനായിട്ട് തുടങ്ങി. ഇതിൽ കോപം കൊണ്ട് സാക്ഷാൽ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ ജടയൂരി നിലത്തെറിയുകയും ആ ജടയിൽ നിന്ന് വളരെ വലിയ രീതിയിൽ ഭഗവാൻ പരമശിവന്റെ തന്നെ ഒരു അംശാവതാരം ഉടലെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നാമമാണ് കാലഭൈരവൻ. അദ്ദേഹം അത്രയും തീക്ഷമായ കോപത്തിലൂടെ തന്നെ ബ്രഹ്മദേവന്റെ ഒരു തല അറക്കുകയും ചെയ്തു. ഈ അറത്തുമാറ്റ തലയും കൊണ്ട് കാലഭൈരവൻ അദ്ദേഹത്തിന്റെ കയ്യിലേന്തി 12 വർഷങ്ങളോളം അലഞ്ഞു തിരിഞ്ഞു നടന്നു അത്രേ. അപ്പോൾ അദ്ദേഹത്തിന് ബ്രഹ്മഹത്യ പാപവും ഏൽക്കേണ്ടി വന്നു. ആ പാപത്തെ കഴുകിക്കളയാനായിട്ട് അദ്ദേഹം 12 വർഷക്കാലമാണ് ഈ ഒരു ബ്രഹ്മാവിന്റെ ഈ ഒരു ശിരസുമായിട്ട് ഭിക്ഷാടനം ചെയ്തത്. അങ്ങനെ 12 വർഷങ്ങൾക്ക് ശേഷം ബ്രഹ്മദേവന്റെ ആ ശിരസ്, അതായത് തലയോട്ടിയായ ആ ഒരു ശിരസിനെ കാശിയിൽ ഗംഗാദേവിയിൽ സമർപ്പിക്കുകയും അതിനു പുറമെ ഭഗവാൻ ഗംഗാ സ്നാനമേറ്റ് ഈ ബ്രഹ്മഹത്യാ പാപത്തെ ഒഴുകിക്കളഞ്ഞ് പിന്നീട് കാശിയുടെ നാഥനായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ കാശികാപുരാധിനാഥ കാലഭൈരവം ഭജേ എന്ന കാലഭൈരവ അഷ്ടകത്തിലൂടെ നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കാലഭൈരവാഷ്ടകം ചൊല്ലി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നതാണ് വിശ്വാസം. അപ്പൊ ഇതാണ് സാക്ഷാൽ കാലഭൈരവന്റെ കഥ. അപ്പോൾ ഏവർക്കും കഥ മനസ്സിലായി വിശ്വസിക്കുന്നു. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.